ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. 13-ാം തീയതി മുതൽ തുടങ്ങി 20-ാം തീയതി വരെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ. ഡിസംബർ 13 മുതൽ 20 വരെയുള്ള തീയതികളിൽ 15 തിയേറ്ററുകളിലായി 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുക. സ്ത്രീപക്ഷ നിലപാടുകളോടുള്ള ഐക്യദാർഢ്യമായി സ്ത്രീ സംവിധായകരുടെ 52 സിനിമകൾ പ്രദർശിപ്പിക്കുന്ന പ്രത്യേകതയും ഈ മേളയ്ക്കുണ്ട്. 4 മലയാളി വനിതാ സംവിധായകരുടെ ആദ്യ ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇവിടം തന്നെയാണ്, ടാഗോർ തിയേറ്റർ. കാഴ്ചകൾക്കും സിനിമാ ചർച്ചകൾക്കും സൗഹൃദ കൂട്ടായ്മയ്ക്കൊക്കെയുമാണ് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത്. മീറ്റ് ദ പ്രസിഡന്റ് സംവാദങ്ങൾക്കുമൊക്കെ വേദിയാകുന്നത് ഇവിടം തന്നെയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗങ്ങളിൽ 2 മലയാള സിനിമകളടക്കം 14 സിനിമകളാണ് മത്സരത്തിനുള്ളത്. 20 വരെ 15 തിയേറ്ററുകളിലാണ് മേള നടക്കുക. 13,000-ലേറെ ഡെലിഗേറ്റുകളാണ് ഇക്കുറി മേളയ്ക്കെത്തുന്നത്. സിനിമാ കാര്യങ്ങൾക്കുമപ്പുറം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സൗഹൃദ കൂട്ടായ്മകളിലുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നതായിട്ട് തോന്നുന്നു. പണ്ടത്തെ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ രാത്രിയിലത്തെ ഇവിടുത്തെ വൈബ് ഒന്നും പറയേണ്ടതില്ലല്ലോ. മാനവീയം വീതിയിലും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് സിനിമാ പ്രദർശനം നടക്കുകയാണ്. എന്നാൽ ടാഗോർ തിയേറ്ററും പരിസരവും ആളുകൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റാളുകളും നമുക്ക് കാണാൻ പറ്റും. കുറേ ഫോട്ടോസൊക്കെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള കുറേ സ്റ്റാളുകൾ, അതുപോലെ ആൾക്കാർ സൗഹൃദ കൂട്ടായ്മയിലുള്ള ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും വരുന്നുണ്ട്. സിനിമാ പ്രേമികൾ, അതുപോലെ സീരിയൽ താരങ്ങൾ, സിനിമാ താരങ്ങൾ, അവരൊക്കെ വന്നു പോകുന്നുണ്ട് ഈ സമയത്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വിശേഷമായിട്ട് കാണാം. ബൈ.